ഉമ്മ. ഓ ഉമ്മ, എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം പെരുന്നാക്കോടി എത്തിക്കും. എനിക്ക് എപ്പ എടുക്കുക? ഉപ്പ എണീക്കട്ടോ, എന്നിട്ട് പറയാം. ഇപ്പം മോന് സ്കൂൾ. എന്നാ അമ്മ ഞാൻ പോന്നാണേ. പെരുന്നാളും അടുത്തില്ലേ, മോന് ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ. എല്ലാ കുട്ടിയൊക്കെ എടുത്തെന്ന് ഓനിങ്ങനെ പറയുന്നുണ്ട്. എനിക്കിപ്പോ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാ. ഞാനിപ്പോ ആകെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ അങ്ങനെ പറഞ്ഞാലോ? ഇവിടെ വീടിന്റെ വാടകയാണെങ്കിൽ കൊടുത്തിട്ടില്ല. ഓട്ടോറിക്ഷ ഉണ്ടാണെങ്കിൽ 2 അടവ് ബാക്കിയാ. പിന്നെ ഞാൻ എന്തെന്ന് ചെയ്യണ്ടേ? ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടിയാൽ എനിക്ക് അറിഞ്ഞൂടെ എത്ര കിട്ടും എന്നുള്ളത്. ഇപ്രാവശ്യത്തെ പെരുന്നാളല്ലോ, നമുക്ക് എന്തെങ്കിലും എല്ലാം ചെയ്യാം. ഇങ്ങനെല്ലാം പോട്ടെ. ഉമ്മ, ഉപ്പ ഡ്രസ് എടുക്കുക. ഓ, ഉപ്പ വരുമ്പോ കൊണ്ടുവരും. ഫൗസി, ഇതെന്ത് ഡ്രസ്സാ? അത് പഴയ മോഡലല്ലേ, ഇപ്പൊ അങ്ങനത്തെ ആരെ ഇടുവോ? ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് തോന്നിക്ക്. എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോ എനിക്ക് പറ്റുമെങ്കിൽ ഇഞ്ചി പോയിട്ട് മാറ്റി കൊണ്ടുവരും. ഹലോ ജസീലെ, നിന്റെ അടുത്ത് 500 രൂപ എടുക്കാണ്ടോ? ഞാൻ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയിട്ട് തരാം. ഗൂഗിൾ പേയിൽ അയച്ചാ മതി. ആ ആയിക്കോട്ടെ, ശരി. ഞാനെന്തായാലും ഡ്രസ്സ് മാറ്റി വരാം. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എന്താ നല്ലൊരു ചിരിയെല്ലാം ഉണ്ടല്ലോ. നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിക്കോ? ഒന്ന് വന്ന് നോക്കിയേ. നോക്കട്ടെ, മാറ്റിയ ഡ്രസ്സ് നോക്കട്ടെ. ഇത് ഞാൻ വാങ്ങിയ ഡ്രസ്സ് തന്നെയല്ലേ, ഇത് മാറ്റിയില്ലേ? എനിക്ക് ഡ്രസ്സ് മാറ്റാൻ പോയതല്ല, ഞാൻ നിങ്ങൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോയതാ. ഇഷ്ടപ്പെട്ടിക്കോ നോക്ക്. ഇതെന്തിനാ ഇപ്പൊ എനിക്ക് ഡ്രസ്സ് എടുത്തത്? എനിക്കും മോനും മാത്രമല്ല നിങ്ങൾ ഡ്രസ്സ് എടുത്തേ. ഇപ്പൊ ഇരുന്നാക്ക് എല്ലാരും നല്ല ഇട്ട് നടക്കുമ്പോ നിങ്ങൾ മാത്രം പഴയ ഇട്ട് നടക്കുമ്പോ എനിക്കൊരു വിഷമല്ലേ. ഷർട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. എന്നെ ഇത്ര മാത്രം മനസ്സിലാക്കി ജീവിക്കുന്നുണ്ടല്ലോ, എന്തായാലും സന്തോഷം. നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പോയിട്ട് എന്തേ ഉണ്ടാക്കട്ടെ. എന്നാ ഞാനും വരാം സഹായത്തിന്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.